നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, PSCയുടെ ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടറി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉൾപ്പെടുന്ന പ്രിലിംസ് ഏത് മാസം ഉണ്ടായിരിക്കുമെന്നും അതുപോലെ മെയിൻസ് ഏത് മാസം ഉണ്ടായിരിക്കുമെന്നും പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന HSA പോലെയുള്ളത്, വെൽഫെയർ ഓഫീസർ പോലെയുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് എക്സാമിൻ്റെ ഡേറ്റ്, ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിലബസ് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു നിർത്തട്ടെ. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെയിൻ പ്രിലിം എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയ് മാസമാണ് മിക്കപ്പോഴും നടത്താറുള്ളത്, മെയ് തൊട്ട് ജൂലൈ വരെ. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2025 മെയ് മുതൽ ജൂലൈ വരെയുള്ള ആ മാസങ്ങളിലായിരിക്കും പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് മെയ് മുതൽ ജൂലൈ വരെയും, ഇതിന്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ, പ്രോബബ്ലി ഒരു ഒക്ടോബർ മാസത്തിലൊക്കെ ആയിരിക്കും മെയിൻ എക്സാം സെക്രട്ടറി അസിസ്റ്റന്റിന് നടക്കാൻ പോകുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള സെപ്റ്റംബർ മാസത്തിലായിരിക്കും SI പോലെയുള്ള പോസ്റ്റിന്റെ മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ 10ാം ക്ലാസ് ലെവലിലുള്ള ഏതൊക്കെ എക്സാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ എക്സാംസിന്റെ പ്രിലിംസ് എക്സാംസും മെയിൻസ് എക്സാംസും നടക്കുന്നത്. അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഇനി നെക്സ്റ്റ് 10th ലെവൽ വിളിച്ചിരിക്കുന്നത് ഒക്ടോബർ ഡിസംബറിലും, അതിന്റെ മെയിൻ എക്സാമിനേഷൻ വരുന്നത് അടുത്ത വർഷം മെയ് ജൂലൈ മാസത്തിലും ആയിരിക്കും. ഇപ്പോൾ ഒരു പ്രിലിംസ് 10ാം ക്ലാസ്സിന് നടക്കുന്നുണ്ടല്ലോ, നെക്സ്റ്റ് പ്രിലിംസ് വിളിച്ചിട്ടുണ്ടല്ലോ, ആ പ്രിലിംസിന്റെ എക്സാം നടക്കാൻ പോകുന്ന ഒക്ടോബർ ഡിസംബർ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയാൽ മതി. ദെൻ അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ നെക്സ്റ്റ് ഇയറിലായിരിക്കും, 2026 മെയ് ജൂലൈ മാസമായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നമുക്ക് ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസം, അതായത് ഒരു 4 മാസം കണക്കാക്കി ഒരു 120 ദിവസമാണ് പ്രിലിംസ് എക്സാമിന് കിട്ടുന്നത്. കുറെ കാലങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. പക്ഷേ എന്നിട്ടും നമ്മൾ ലിസ്റ്റിൽ വരാതെ, ആ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പഠനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കാര്യമൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അപ്പം നമ്മുടെ ചാനലിൽ വഴി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് ബേസ് ചെയ്തിട്ട് ഓരോരോ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് പോകാം. ആ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വരിക. ഓരോ സബ്ജക്റ്റ് ഇതുപോലെ ചെയ്തങ്ങ് പോകാം. എന്നിട്ട് ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും NCERT കവർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്പെഷ്യൽ ബുക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനൊരു ആപ്പ് പോലെ ലോഞ്ച് ചെയ്യുന്ന ആപ്പല്ല എങ്കിലും എല്ലാ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് മിതമായ റേറ്റിന് കിട്ടത്തക്ക രീതിയിലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സും പഠിക്കാനുള്ള ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള എക്സാംസ്, MCQ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കാണും പാക്കേജ് ആയിട്ട്. അപ്പോൾ ക്ലാസ് പ്ലസ് അതും കൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്കത് സഹായകമാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ലക്ഷ്മികാന്തിൻ്റെ ഓരോരോ ചാപ്റ്റർ വൈസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. കൂട്ടത്തിൽ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുക. 2022 തൊട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അത് വന്നിട്ടുള്ള മേഖലകളെല്ലാം മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മേഖല ഏതാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, HSA എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഏത് മാസമാണെന്ന്. ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത് കിട്ടി എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡ് വേർഷനിലോട്ട് പോവാതെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ടെലഗ്രാമിലേക്കും ഇട്ടേക്കാം. അപ്പം വേണ്ടവർ അത് കയറി നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 50 പേരായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇതുവരെ ഒരു 20 പേരോളമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ താല്പര്യം ഉണ്ടെന്ന്. ഒരു 50 പേരായാൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് 374/2024. നിങ്ങൾക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തിലായിരിക്കും വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2ൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയമുണ്ട്. വാസ്റ്റ് സിലബസ് ആണ്. വേണമെങ്കിൽ ഇപ്പം തുടങ്ങിയാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണിത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.